ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ദീപു എസ്. പ്രധാന വാർത്തകൾ. സ്വതന്ത്ര ഇന്ത്യയുടെ ഭാരതീയനായ ആദ്യ ഗവർണർ ജനറൽ ശ്രീ രാജഗോപാലാചാരിയോടുള്ള ആദരാർത്ഥം രാഷ്ട്രപതി ഭവനിൽ ഇന്ന് രാജാജി ഉത്സവ് സംഘടിപ്പിച്ചു. രാജ്യചരിത്രത്തിൽ മായാത്ത വ്യക്തിമുദ്ര പതിപ്പിച്ച മഹാനാണ് രാജാജിയെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള സംസ്ഥാനത്തെ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉന്നതതല സംഘം. ശബരിമല വിഷയത്തിൽ നിയമസഭയിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. കേരള നേറ്റിവിറ്റി കാർഡ് ബിൽ സഭ പരിഗണിച്ചു. തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിലെ പുതിയ ബഹുനില മന്ദിരത്തിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. RCCയിൽ സൗകര്യങ്ങൾ ഒരുക്കുന്ന കാര്യത്തിൽ സംസ്ഥാന സർക്കാർ നല്ല രീതിയിലുള്ള ഇടപെടൽ നടത്തിയതായി മുഖ്യമന്ത്രി. വാർത്തകൾ വിശദമായി. സ്വതന്ത്ര ഇന്ത്യയുടെ ഭാരതീയനായ ആദ്യ ഗവർണർ ജനറൽ സി രാജഗോപാലാചാരിയോടുള്ള ആദരാർത്ഥം രാഷ്ട്രപതി ഭവനിൽ ഇന്ന് രാജാജി ഉത്സവ് സംഘടിപ്പിച്ചു. രാഷ്ട്രപതി ഭവനിലെ അശോക് മണ്ഡപത്തിന് സമീപം സ്ഥാപിച്ച രാജാജിയുടെ അർദ്ധകായ പ്രതിമ രാഷ്ട്രപതി ദ്രൗപദി മുർമു അനാച്ഛാദനം ചെയ്തു. ഭാരതത്തിന്റെ മഹാനായ പുത്രനാണ് സി രാജഗോപാലാചാരിയെന്നും രാജ്യചരിത്രത്തിൽ അദ്ദേഹം മായാത്ത വ്യക്തിമുദ്ര പതിപ്പിച്ചതായും രാഷ്ട്രപതി ചടങ്ങിൽ പറഞ്ഞു. जो लोग राष्ट्रपति भवन देखने आएंगे उन्हें राजा जी के योगदान से परिचित कराया जाएगा. भारतीय चेतना और समस्त भारतवासियों विशेषकर कमजोर वर्गों के लोगों से जुड़ाव राजा जी के विचारों और कार्यों में दिखाई देता है. ബ്രിട്ടീഷ് വാസ്തുശില്പി എഡ്വിൻ ലൂട്ടിയൻസിന്റെ പ്രതിമയുടെ സ്ഥാനത്താണ് രാജാജി പ്രതിമ സ്ഥാപിച്ചത്. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, കേന്ദ്രമന്ത്രിമാർ, രാജാജിയുടെ കുടുംബാംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായി. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള സംസ്ഥാനത്തെ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തി കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉന്നതതല സംഘം ഇന്ന് തിരുവനന്തപുരത്ത് നടന്ന വിവിധ യോഗങ്ങളിൽ തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളുടെ സമഗ്രമായ അവലോകനം നടന്നു. സീനിയർ ഡെപ്യൂട്ടി കമ്മീഷണർമാരായ പവൻകുമാർ ശർമ്മ, മനീഷ് ഗാർഗ് എന്നിവരടങ്ങിയ സംഘം മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ, സ്റ്റേറ്റ് പോലീസ് നോഡൽ ഓഫീസർ, ജില്ലാ കളക്ടർമാർ, ജില്ലാ പോലീസ് മേധാവികൾ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തി. സുതാര്യമായ തിരഞ്ഞെടുപ്പ് ഉറപ്പാക്കുന്നതിന് ആവശ്യമായ ഭരണപരവും സാങ്കേതികവുമായ സംവിധാനങ്ങളെക്കുറിച്ച് യോഗം ചർച്ച ചെയ്തു. SIR ഉൾപ്പെടെയുള്ള വിവിധ പ്രവർത്തനങ്ങൾ കമ്മീഷൻ അവലോകനം ചെയ്തു. കുറ്റമറ്റതും സുതാര്യവുമായ തിരഞ്ഞെടുപ്പ് പ്രക്രിയ ഉറപ്പാക്കുന്നതിനായി ഉദ്യോഗസ്ഥർക്ക് കമ്മീഷൻ പ്രത്യേക നിർദ്ദേശങ്ങൾ നൽകി. ശബരിമല വിഷയത്തിൽ നിയമസഭയിൽ ഇന്നും പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ശബരിമല സ്വർണ്ണ അപഹരണ വിഷയം വീണ്ടും ഉന്നയിച്ചാണ് പ്രതിപക്ഷം ഇന്നും നടപടികൾ തടസ്സപ്പെടുത്തിയത്. ചോദ്യോത്തരവേള ആരംഭിച്ചപ്പോൾ തന്നെ പ്രതിപക്ഷം സ്പീക്കറുടെ ഡയസിന് മുന്നിൽ പ്ലക്കാർഡുകൾ ഉയർത്തി മുദ്രാവാക്യം വിളികളുമായി പ്രതിഷേധം തുടങ്ങുകയും പിന്നീട് നടപടികൾ ബഹിഷ്കരിക്കുകയുമായിരുന്നു. 2026 കേരള നേറ്റിവിറ്റി കാർഡ് ബിൽ റവന്യൂ മന്ത്രി K. രാജൻ ഇന്ന് സഭയിൽ അവതരിപ്പിച്ചു. ബിൽ സബ്ജക്ട് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് വിട്ട ശേഷം നടപടികൾ പൂർത്തിയാക്കി പിരിഞ്ഞ സഭ നാളെ വീണ്ടും സമ്മേളിക്കും. തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിൽ സൗകര്യങ്ങൾ ഒരുക്കുന്ന കാര്യത്തിൽ സംസ്ഥാന സർക്കാർ നല്ല രീതിയിലുള്ള ഇടപെടൽ നടത്തിയതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. പൊതുമേഖലയിലെ ആദ്യ റോബോട്ടിക് സർജറി യൂണിറ്റ്, ഹൈപെക് ചികിത്സാ സംവിധാനം, ക്ലിനിക്കൽ ലബോറട്ടറി ട്രാക്കിംഗ് സംവിധാനം, റേഡിയേഷൻ ചികിത്സയിൽ ഉപയോഗിക്കുന്ന സർഫസ് ഗൈഡഡ് റേഡിയേഷൻ എന്നീ നൂതന സംവിധാനങ്ങൾ ഇവിടെ ഒരുക്കിയതായി മുഖ്യമന്ത്രി പറഞ്ഞു. RCCയിൽ 242 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച പുതിയ ബഹുനില മന്ദിരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. വയനാട് ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതർക്കുള്ള ടൗൺഷിപ്പിന്റെ ഉദ്ഘാടനം സംസ്ഥാന സർക്കാർ അടുത്ത മാസം 1 നീട്ടിവച്ചു. മറ്റന്നാൾ നിശ്ചയിച്ചിരുന്ന ഉദ്ഘാടനം അടിസ്ഥാന സൗകര്യങ്ങൾ ലഭ്യമാക്കാൻ അല്പം കൂടി സമയം ആവശ്യമുള്ളതുകൊണ്ടാണ് നീട്ടിവച്ചത്. സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം സംബന്ധിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായി 12ാം ശമ്പള പരിഷ്കരണ കമ്മീഷനെ സർക്കാർ നിയമിച്ചു. മുൻ ചീഫ് സെക്രട്ടറി VP ജോയിയാണ് ചെയർമാൻ. റിപ്പോർട്ട് 3 മാസത്തിനകം ലഭ്യമാക്കാനാണ് നിർദ്ദേശം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. വിഴിഞ്ഞം തുറമുഖത്ത് 2000 കോടി രൂപയുടെ ബൃഹത്തായ പൊതുമേഖലാ ലോജിസ്റ്റിക് പദ്ധതിയുമായി സംസ്ഥാന സർക്കാർ. ഇത് സംബന്ധിച്ച് വിവിധ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളുമായി വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡ് ധാരണാപത്രം ഒപ്പുവച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
വെറുമൊരു തുറമുഖ നിർമ്മാണം എന്നതിനപ്പുറം വിഴിഞ്ഞത്തെ പൂർണ്ണതോതിലുള്ള സാമ്പത്തിക വികസന കേന്ദ്രമാക്കി മാറ്റുകയാണ് ധാരണാപത്രം ഒപ്പുവെച്ചതിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത്. പൊതുസ്വകാര്യ പങ്കാളിത്തത്തോടെ വിഴിഞ്ഞം തുറമുഖം പ്രവർത്തിക്കുമ്പോഴും അവിടെ എത്തുന്ന കപ്പലുകൾക്കാവശ്യമായ ഇന്ധനം, യാർഡുകൾ, ചരക്ക് നീക്കാനുള്ള റെയിൽ ഗതാഗതം എന്നീ തന്ത്രപ്രധാന സംവിധാനങ്ങൾ പൊതുമേഖലയിൽ തന്നെ സർക്കാർ ഉറപ്പാക്കും. ചരക്ക് കൈമാറ്റത്തിലെ കുത്തകവൽക്കരണം തടഞ്ഞ വ്യാപാരികൾക്ക് ന്യായമായ നിരക്ക് ലഭ്യമാക്കാനും രാജ്യത്തിന്റെ സമുദ്ര സുരക്ഷ ഉറപ്പാക്കാനും ഈ വികസന മാതൃക വഴി സാധിക്കും. ആക്കുളം ചേറ്റുവ ജലപാത 1ാം ഘട്ട പദ്ധതി ഈ മാസം 26-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. വിവിധ ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന 280 കിലോമീറ്റർ ദൈർഘ്യമുള്ള ആക്കുളം ചേറ്റുവ ജലപാത സംസ്ഥാന സർക്കാരിന്റെ വെസ്റ്റ് കോസ്റ്റ് കനാൽ നവീകരണ പദ്ധതിയുടെ പ്രധാന ഭാഗമാണ്. സംസ്ഥാന സർക്കാരിന്റെയും കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡിന്റെയും സംയുക്ത സംരംഭമായ കേരള വാട്ടർവേസ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. കേരളത്തിന്റെ ഉൾനാടൻ ജലപാത വികസനത്തിലെ ഒരു നാഴികക്കല്ലായ പദ്ധതി പൊതുഗതാഗതം, ചരക്കുനീക്കം, ടൂറിസം തുടങ്ങിയ മേഖലകളിൽ വിപുലമായ അവസരങ്ങൾ തുറന്നു നൽകും. സംസ്ഥാന റവന്യൂ ദിനാഘോഷവും റവന്യൂ അവാർഡ് വിതരണവും സ്പീക്കർ AN ഷംസീർ നാളെ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. മികച്ച സേവന പ്രവർത്തനങ്ങൾ നടത്തിയ വില്ലേജ് ഓഫീസർമാർ മുതൽ ജില്ലാ കളക്ടർമാർ വരെയുള്ള റവന്യൂ സർവേ ജീവനക്കാർക്ക് ചടങ്ങിൽ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. ഡിജിറ്റൽ സേവനങ്ങൾ വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി റവന്യൂ വകുപ്പ് തയ്യാറാക്കിയ ഡിജിറ്റൽ റവന്യൂ കാർഡിന്റെ വിതരണോദ്ഘാടനം റവന്യൂ മന്ത്രി K. രാജൻ നിർവഹിക്കും. കോഴിക്കോട് വലിയങ്ങാടിൽ നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിന്റെ ഭാഗം തകർന്ന് 4 തൊഴിലാളികൾ മരിച്ചു. കോഴിക്കോട് സ്വദേശികളായ ജബ്ബാർ, അഷ്റഫ്, ബഷീർ, വിനോദ് എന്നിവരാണ് മരിച്ചത്. കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിന്റെ കാലപ്പഴക്കമാണ് അപകട കാരണമെന്ന് ചൂണ്ടിക്കാട്ടി യൂത്ത് കോൺഗ്രസും BJPയും കോർപ്പറേഷൻ ആസ്ഥാനത്തേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. തിരുവനന്തപുരം ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാല ഉത്സവത്തിന് തുടക്കമായി. ദേവിയെ കാപ്പുകെട്ടി കുടിയിരുത്തിയതോടെയാണ് ഉത്സവത്തിന് തുടക്കമായത്. ഉത്സവത്തിലെ പ്രധാന ചടങ്ങുകളിലൊന്നായ തോറ്റംപാട്ടും ആരംഭിച്ചു. അടുത്ത മാസം 3-നാണ് ചരിത്രപ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല. കുട്ടികളുടെ കുത്തിയോട്ട വ്രതം മറ്റന്നാൾ തുടങ്ങും. 74ാമത് ഓൾ ഇന്ത്യ പോലീസ് വോളിബോൾ ക്ലസ്റ്റർ മത്സരങ്ങൾക്ക് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമായി. ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന ഉദ്ഘാടന മത്സരത്തിൽ ചണ്ഡീഗഡിനെ 3-0 പരാജയപ്പെടുത്തി കേരളത്തിന്റെ പുരുഷ വോളിബോൾ ടീം മികച്ച തുടക്കം കുറിച്ചു. കാര്യവട്ടം LNCPയിൽ നടന്ന വനിതകളുടെ വോളിബോൾ മത്സരത്തിൽ കേരള പോലീസ് എതിരാളികളായ CASFനെ എതിരില്ലാത്ത 3 സെറ്റുകൾക്ക് പരാജയപ്പെടുത്തി. ICC പുരുഷ T20 ലോകകപ്പിൽ സിംബാബ്വെ വെസ്റ്റ് ഇൻഡീസിനെ നേരിടുന്നു. ആദ്യം ബാറ്റിംഗിനിറങ്ങിയ വെസ്റ്റ് ഇൻഡീസ് ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 18-ാം ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 208 റൺസ് എന്ന നിലയിലാണ്. ISL ഫുട്ബോളിൽ മോഹൻ ബഗാൻ ചെന്നൈയിൻ FCയെ നേരിടുന്നു. കൊൽക്കത്തയിൽ നടക്കുന്ന മത്സരം ആദ്യ പകുതി പിന്നിടുമ്പോൾ മോഹൻ ബഗാൻ ഏകപക്ഷീയമായ 1 ഗോളിന് മുന്നിൽ നിൽക്കുകയാണ്. എല്ലാത്തരം ഭീകരവാദ ഭീഷണികളെയും ചെറുക്കുന്നതിനായി പുതിയ സമഗ്ര ഭീകരവിരുദ്ധ നയം പ്രഹാർ പ്രഖ്യാപിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. ഭീകരവാദ വെല്ലുവിളികളുടെ സ്വഭാവം തുടർച്ചയായി മാറിക്കൊണ്ടിരിക്കുകയാണെന്നും എല്ലാത്തരം ഭീകരവാദ ഭീഷണികളെയും തടയുകയാണ് രാജ്യം ലക്ഷ്യമിടുന്നതെന്നും മന്ത്രാലയം വ്യക്തമാക്കി. ഭീകരതയുടെ ബാക്കിപത്രമായ ഇരകൾക്കൊപ്പമാണ് ഇന്ത്യ എക്കാലവും നിലകൊള്ളുന്നത്. ഭീകരവാദത്തിനെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നയമാണ് രാജ്യം സ്വീകരിക്കുന്നതെന്നും മന്ത്രാലയം അറിയിച്ചു. കുട്ടികളിലെ സാംക്രമികേതര രോഗങ്ങളുടെ പ്രതിരോധവും നിയന്ത്രണവും സംബന്ധിച്ച സംസ്ഥാന ബാലാവകാശ കമ്മീഷന്റെ പ്രവർത്തനങ്ങൾക്ക് യൂണിസെഫ് അംഗീകാരം. തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ സ്പീക്കർ AN ഷംസീർ ന്യൂയോർക്ക് യൂണിസെഫ് സാംക്രമികേതര രോഗ വിദഗ്ധൻ റൌൾ ബെർമിജോയിൽ നിന്നും പ്രശംസാപത്രം ഏറ്റുവാങ്ങി. സംസ്ഥാന പോലീസിന്റെ സ്ത്രീ സുരക്ഷയ്ക്കായുള്ള നിർഭയ നിശ പദ്ധതിക്ക് നാളെ തുടക്കം. പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. പൊതുഗതാഗത സംവിധാനങ്ങളെ ആശ്രയിച്ച് യാത്ര ചെയ്യുമ്പോൾ സ്ത്രീകൾ നേരിടേണ്ടി വരുന്ന സുരക്ഷാ വെല്ലുവിളികൾക്ക് അടിയന്തര സഹായം ലഭ്യമാക്കുന്നതിനുള്ള പദ്ധതിയാണ് ഇത്. പ്രധാന വാർത്തകൾ വീണ്ടും. സ്വതന്ത്ര ഇന്ത്യയുടെ ഭാരതീയനായ ആദ്യ ഗവർണർ ജനറൽ C. രാജഗോപാലാചാര്യയോടുള്ള ആദരാർത്ഥം രാഷ്ട്രപതി ഭവനിൽ ഇന്ന് രാജാജി ഉത്സവ് സംഘടിപ്പിച്ചു. രാജ്യചരിത്രത്തിൽ മായാത്ത വ്യക്തിമുദ്ര പതിപ്പിച്ച മഹാനാണ് രാജാജിയെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള സംസ്ഥാനത്തെ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉന്നതതല സംഘം. ശബരിമല വിഷയത്തിൽ നിയമസഭയിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. കേരള നേറ്റിവിറ്റി കാർഡ് ബിൽ സഭ പരിഗണിച്ചു. തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിലെ പുതിയ ബഹുനില മന്ദിരത്തിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. RCCയിൽ സൗകര്യങ്ങൾ ഒരുക്കുന്ന കാര്യത്തിൽ സംസ്ഥാന സർക്കാർ നല്ല രീതിയിലുള്ള ഇടപെടൽ നടത്തിയതായി മുഖ്യമന്ത്രി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.